ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സരയുവിനെ കാണിക്കുന്നത്. അപ്പോൾ സരയു ബഗാസുരനെ കാണാനായിട്ട് വന്നിരിക്കുക. അപ്പോൾ ബഗാസുരൻ മുന്നിൽ വന്നതും കൈ കാണിച്ചു കൊടുക്കുക. അപ്പോൾ സരയു കണ്ടപ്പോൾ പേടിച്ചു പോയി. കാരണം കൈ പൊള്ളി വെന്തൊരവസ്ഥയിൽ അങ്ങനെ നിൽക്കുക. അപ്പോൾ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുകയാണ്. അദ്ദേഹം മോളെ, ഞാൻ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ അവരെ രൂപയെയും CS-നെയും ഒക്കെ കാണാനായിട്ട് പോയതാണ്. ആ സമയത്ത് എൻ്റെ മുഖത്തേക്ക് ചൂടുവെള്ളം കോരി ഒഴിച്ചതാ. ഞാനത് കൈവച്ച് തടഞ്ഞതാ. അപ്പോൾ കൈയാണ് മോളെ പൊള്ളിയത്, അല്ലെങ്കിൽ എൻ്റെ മുഖം മുഴുവനും വെന്ത് പോയാനായിരുന്നു എന്നൊക്കെ ബഗാസുരൻ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സരയു ഇങ്ങനെ പറയാം, ഞാൻ അപ്പോഴേ പറഞ്ഞല്ല അച്ഛാ അങ്ങോട്ട് പോകണ്ടെന്ന്. ഇവരിങ്ങനെയൊക്കെ അച്ഛനോട് പെരുമാറുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞത്. എന്നിട്ട് എൻ്റെ വാക്ക് പോലും കേൾക്കാതെ അച്ഛൻ എന്തിനു വേണ്ടിയാണ് അങ്ങോട്ട് പോയത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മോളെ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവരെ കണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം നയിച്ച് അങ്ങനെ മോളെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പക്ഷേ ഇത്രയും ഒരു ക്രൂരത എൻ്റെ പെങ്ങൾ തന്നെ എന്നോട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഇതിനെല്ലാം പ്രതികാരമായിട്ട് അവരുടെ ചങ്ക് പൊടിയുന്ന രീതിയിൽ ഞാൻ ചെയ്തിരിക്കും മോളെ. അധികം താമസിയാതെ തന്നെ ആ കല്യാണിയെ, അവളെ ഞാൻ ഇല്ലാതാക്കും. അവളെ കൊല്ലാൻ വേണ്ടി തന്നെയാണല്ലോ ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അച്ഛാ, കല്യാണിയെ കൊല്ലുക എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് സാധിച്ചാൽ അത് അത്രയും നല്ലതായിരിക്കും. കാരണം അവളാണ് എൻ്റെ ജീവിതം മുഴുവനും നശിപ്പിച്ചത് അച്ഛാ. അതുകൊണ്ട് അവളെ ഇല്ലാതാക്കുകയാണ് എൻ്റെ ഇപ്പം ഏറ്റവും വലിയ ആഗ്രഹം എന്നൊക്കെ പറയാ. അത് ഞാൻ സാധിച്ചു തരും മോളെ. നിന്നോട് ഒരു ദ്രോഹവും ഞാൻ ചെയ്തിട്ടില്ല. കാരണം ആകെ ഒരു ദ്രോഹം ചെയ്തത് ആ മനോഹറിനെ നിൻ്റെ ജീവിതത്തിലേക്ക് പിടിച്ച് ഏൽപ്പിച്ചതാ. കാരണം അവൻ അത്രയ്ക്കും നല്ലവനാണ്, അവൻ പണക്കാരനാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ അവനെ നിൻ്റെ ജീവിതത്തിലേക്ക് കൈ പിടിച്ച് ഉയർത്തിയത്. പക്ഷേ ഇങ്ങനൊരു വൃത്തികെട്ടവനാണെന്ന് അച്ഛൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു മോളെ എന്നൊക്കെ പറയുകയാണ് ബഗാസുരൻ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു വെച്ചാ. പക്ഷേ എനിക്കിപ്പോൾ ഈ ആഗ്രഹമാണ് സാധിക്കേണ്ടത്. കിരൺ എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. ആ പഴയ കിരണിനെ എനിക്ക് കിട്ടണം. അതായിരുന്നു എൻ്റെ ചെറുതിലെ മുതലുള്ള ആഗ്രഹം. പക്ഷേ ഒരു പകുതി വെച്ച് അവൻ എനിക്ക് നഷ്ടപ്പെട്ടില്ലേ. അതിനെല്ലാത്തിനും കാരണം ആ കല്യാണിയല്ലേ അച്ഛാ. മോളെ, നീ കല്യാണി എപ്പോൾ വരും, ഏതിന് വരും, എവിടെ വരും എന്നൊക്കെ ഒന്ന് ഒരു മുന്നറിയിപ്പ് തന്നാൽ മാത്രം മതി. ഇനി അവൾ സൈറ്റിൽ പോകുന്നത് എപ്പോഴാണെന്ന് നീ ഒന്ന് അന്വേഷിക്കണം എന്ന് പറയണം. ഉറപ്പായിട്ട് വെച്ചാ അവൾ എപ്പോൾ സൈറ്റിൽ പോയാലും ഞാൻ അച്ഛനെ അറിയിച്ചിരിക്കും. അവിടെ വെച്ച് തന്നെ അവളെ ഇല്ലാതാക്കണമെന്നും പറയണം. അത് ഞാൻ നോക്കിക്കോളാം. പിന്നെ അവള് ഭരിക്കേണ്ട കമ്പനി അല്ല അത്. എന്നിട്ട് അവിടെ കയറി കിടന്ന് നിരങ്ങുക, ഇതൊക്കെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് മോളെ. അവിടെ കാലും കയറ്റിരിക്കേണ്ടത് മോളാണ്. പിന്നെ കിരണിന്റെ ഭാര്യയായിട്ടും ഒന്നിനും ഒരു വകയില്ലാത്തവള് ഇപ്പോ അവിടുത്തെ MD കസാരയെ കയറി അങ്ങോട്ട് ഞെളിഞ്ഞിരിക്കുന്നു. ഇതല്ലേ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതൊരിക്കലും പാടില്ല മോളെ. ഞാൻ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതിയെന്നും പറയണം. ശരിയച്ചാ, ഞാൻ ഏതായാലും അവളുടെ പ്ലാൻ എന്താണെന്നൊന്ന് ആലോചിക്കട്ടെ. അതിനുശേഷം അച്ഛനെ ഞാൻ വിവരം അറിയിക്കാമെന്നും പറയാം. അങ്ങനെ നമ്മുടെ ബഗാസുരൻ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സരയുനാണെങ്കിൽ അച്ഛൻ്റെ കൈ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ സങ്കടവും തോന്നുക. അങ്ങനെ സരയു നേരെ കമ്പനിയിലേക്ക് കയറി ചെല്ലുമ്പോഴേക്കും കല്യാണിയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കല്യാണിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയുവിന് കല്ലി വരിക. ഇവിടെ ഇപ്പം തന്നെ തീർക്കാനുള്ളൊരു അരിശ്യം സരയുവിൻ്റെ മനസ്സിൽ ശരിക്കും ഉണ്ട്. അങ്ങനെ സരയു നേരെ കല്യാണി അടുത്തേക്ക് ചെന്നിട്ട് കല്യാണി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. സരയോ, എന്താ സരയു? അല്ല, എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത് കല്യാണി? ഇന്ത്യയിലെ വർക്കാണല്ലേ, ആ കൺസ്ട്രക്ഷൻ വിടാനുള്ള മട്ടില്ലല്ലേ? അതങ്ങനെ വിടാനായിട്ട് പറ്റില്ലല്ലോ. കാരണം സരയു അത്രേ കാര്യമായിട്ട് ചെയ്ത കൺസ്ട്രക്ഷൻ അല്ലേ. അപ്പോൾ പിന്നെ എനിക്കത് വിടാനായിട്ട് പറ്റുമോ? അവിടെ ഞാൻ ഏതായാലും നാളെ ഒന്ന് പോകുന്നുണ്ട്. ഇത് കേട്ട് സരയുവിൻ്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടുക. കല്യാണി എവിടെ നാളെ പോകുന്നുണ്ടോ? നാളെ പോകുന്നുണ്ട്. പിന്നെ അവിടുത്തെ ഇന്ത്യയിൽ വർക്കെല്ലാം പെട്ടെന്ന് തന്നെ തുടങ്ങണം. അതെല്ലാം ശരിക്കൊന്ന് നോക്കുക തന്നെ ചെയ്യണം. ഏതായാലും സരയു ചെയ്തതല്ലേ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാനത് വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആര് പറഞ്ഞു? സരയു ഇന്നേ വരെ ചെയ്യാത്തൊരു വർക്കാണ് ഈ പ്രാവശ്യം അവിടെ ചെയ്തിരിക്കുന്നത്. അത് എല്ലാവർക്കും നന്നായിട്ട് ബോധ്യമായ കാര്യമാണ്. എനിക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ സരയു, നിന്റെ വർക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാനത് തുറന്നു പറയും. അതേപോലെ തന്നെ എൻ്റെ വർക്കിലും
എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നീയും തുറന്നു പറയണം സരയു. അതാണല്ലോ ഒത്തൊരുമ എന്ന് പറയുന്നത്. നിന്റെ വർക്കിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നീ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവളല്ലേ, നിനക്കെല്ലാം നന്നായിട്ട് അറിയാലോ. ഇത് കിട്ടുന്നപ്പോഴേക്കും അങ്ങനെയൊന്നും അല്ല സരയു, നിനക്കും നന്നായിട്ട് അറിയാം. നീ സിവിൽ എഞ്ചിനീയർ പഠിച്ചതാണെങ്കിൽ കൂടിയും ഈ കാര്യങ്ങളെല്ലാം നിനക്ക് അറിയില്ലായിരുന്നല്ലോ. ഒന്നും നിനക്കറിയാത്ത അവസ്ഥയായിരുന്നു. പക്ഷെ ഇവിടെ വന്ന് എല്ലാ കാര്യങ്ങളും നീ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തെല്ലാം അടിപൊളി വർക്കുകളൊക്കെ നീ ചെയ്തു വെക്കുന്നത്. കിരണേട്ടനും അത് നല്ലൊരു അഭിപ്രായം തന്നെയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതേടി എൻ്റെ കിരണ് അല്ലെങ്കിലും നല്ല അഭിപ്രായം തന്നെയാ. നിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ കിരൺ പിന്നെ എൻ്റെ ജീവിതത്തിൽ സ്വന്തമാകും എന്നൊക്കെ ഇങ്ങനെ സരി ഇങ്ങനെ ആലോചിക്കുക. അപ്പോൾ കല്യാണി ഇങ്ങനെ ചോദിക്കണം, എന്താ സരി എന്തെങ്കിലും ആലോചിക്കുന്നത്? ഒന്നുമില്ല കല്യാണി. അപ്പോൾ നാളെ തന്നെ നീ സൈറ്റിലേക്ക് പോകുമല്ലേ? തീർച്ചയായിട്ടും ഞാനവിടെ പോയിട്ട് കാര്യങ്ങളെല്ലാം നോക്കണ്ടേ. പിന്നെ സരയു, നിനക്ക് ഇതിൽ നല്ലൊരു മാറ്റം തന്നെ ഉണ്ടാകോട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എൻ്റെ കൺസ്ട്രക്ഷനിൽ എനിക്ക് വലിയ തൃപ്തിയും കാര്യങ്ങളൊന്നും ഇല്ല എൻ്റെ കല്യാണി. പിന്നെ നീ പറഞ്ഞല്ലോ, അതിൻ്റെ ആ ഒരു സന്തോഷം എനിക്കുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ കിരണേട്ടൻ മാത്രമല്ല പറഞ്ഞത്, നമ്മുടെ ബാലണ്ണനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇതിൽ നിനക്ക് നല്ലൊരു പങ്ക് തന്നെയാണ് വഹിച്ചിരിക്കുന്നത് സരയു എന്നൊക്കെ പറയാണ്. ശരി കല്യാണി, എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയു അങ്ങോട്ട് പോകുമ്പോഴും കല്യാണിയെ ഭയങ്കര അരിശത്തോടു കൂടി തന്നെ നോക്കുന്ന ആ ഒരു സീനാണ് അവിടെ കാണിക്കുന്നത്. അങ്ങനെ സരയു നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ നമ്മുടെ ബകാസുരൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛാ, നാളെ അവള് ഒരു സൈറ്റിൽ പോകുന്നുണ്ട്, ആ സൈറ്റ് ഇന്ന സ്ഥലത്താണ് എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടപ്പോഴേക്കും ഓഹോ, അപ്പം നാളെ അവൾ സൈറ്റിൽ വരുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണല്ലേ മോളെ? അതെ, സൈറ്റിൽ വരുമെന്ന് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്ത സൈറ്റാണത്. അതിൽ അവൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. അവൾ എന്തൊക്കെയോ കണ്ടുപിടിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അവൾ ആരാണെന്ന് അവളുടെ വിചാരം? അവൾക്ക് ഇതിന് വല്ലതും കഴിവുണ്ടായിരുന്ന അവളാണോ ഇവിടെ വന്ന് അവൾക്ക് മികച്ച കഴിവുകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും അവൾ നിലത്തൊന്നും അല്ല അച്ഛാ. കിട്ടിഞ്ഞപ്പോഴേക്കും പോട്ടേന്ന് പറ മോളെ. അവളെ ഇല്ലാതാക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ ആഗ്രഹം സാധിച്ചു തരണം. അവൾ അങ്ങനെ ഞെളിഞ്ഞ് ആ കസാരയിൽ ഇരിക്കേണ്ട മോളെ. അവളെ എപ്പോൾ വരും, എങ്ങനെ വരും എന്നൊക്കെ മാത്രം നീ പറഞ്ഞാൽ മതി. പക്ഷേ അവൾ വരുമ്പോൾ അവളുടെ കൂടെ ഒരാളുണ്ടാകും. ബാലണ്ണ അറിയാലോ, അയാൾ എപ്പോഴും കൂടെ ഉണ്ടാകും. അവൻ വന്നാലും പ്രശ്നമൊന്നുമില്ല. ഏതു സമയവും അവളുടെ നടക്കുകയൊന്നുമില്ലല്ലോ. അവൻ മാറുന്ന തക്കം നോക്കി ഞാൻ അവളെ തീർത്തോളാം. പിന്നെ ഇവനെ ഞാനാണ് നമ്മുടെ സൈഡിലേക്ക് കൊണ്ടുവന്നത്. സരയു കൺസ്ട്രക്ഷൻ ആയിരിക്കുന്ന സമയത്ത് പിന്നെ CS-ന്റെ വിശ്വസ്തനായി മാറിയ അയാൾ. അപ്പോൾ പിന്നെ നമ്മളെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു അവസ്ഥയിലായി. ആ CS വന്നതിൽ പിന്നെയാണ് എല്ലാം തകിടം മറിഞ്ഞ് തരിപ്പണമായത്. ഇല്ലച്ചാ, CS വന്നതിലല്ല, കല്യാണി. അതിന് മുമ്പ് തന്നെ നമ്മുടെ ഓരോ ഇതുകളും തകിടം മറിയാനായിട്ട് തുടങ്ങി. കിരൺ എന്നെയെ കല്യാണം കഴിക്കുള്ളെന്നും പറഞ്ഞുകൊണ്ട് നടന്നാണല്ലോ. പക്ഷെ ആ സമയത്ത് എനിക്ക് ചില ദുഷിച്ച സ്വഭാവങ്ങളെല്ലാം ഉണ്ടായിപ്പോയി, പിടിവാശി ഉണ്ടായിപ്പോയി. അതുകൊണ്ടാ കിരൺ എനിക്ക് നഷ്ടപ്പെടാനുള്ള കാരണം. അതുമാത്രമല്ല, ആ സമയത്താണല്ലോ കല്യാണി കണ്ണീരും കൈയും ഒലിപ്പിച്ചുകൊണ്ട് നേരെ കിരണിന്റെ മുന്നിലേക്ക് വന്നത്. അപ്പൊ കല്യാണിയോട് അവന് സഹതാപം. അങ്ങനെയാ അവന്റെ മനസ്സിലേക്ക് ഇടിച്ച് കയറിയത് കല്യാണി. മോൾ പറഞ്ഞ സത്യം തന്നെയാ. അവൾക്ക് സംസാരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നോ? പഠിച്ചതോ 3ാം ക്ലാസ് വരെ. എന്നിട്ട് അവൾ ആ കുടുംബത്തിലേക്ക് കയറി ചെന്നു. അവള് അതും വെച്ചുകൊണ്ട് കിരണിനെ അങ്ങോട്ട് കീഴടക്കി. ഇപ്പോൾ ആരാ അവള്? വലിയ വലിയ ബിൽഡിങ്ങിലൊക്കെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന വലിയ മുതലാളി. സരയു കൺസ്ട്രക്ഷൻ ആയിരുന്ന ആ കമ്പനി RS കൺസ്ട്രക്ഷൻ ആക്കി മാറ്റി വെച്ചു. ഇതൊക്കെ സഹിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ് മോളെ. ഇനി അധികം താമസിയാതെ തന്നെ സരയു കൺസ്ട്രക്ഷനിലേക്ക് തന്നെ വരണം. പിന്നെ വേറൊരു കാര്യം ഞാൻ മോളോട് പറയാം. ഈ കല്യാണിയെ തകർക്കുന്നതിനേക്കാളും എനിക്ക് ആ CS-നെ ഇല്ലാതാക്കാനാണ് തോന്നുന്നത്. ഇതൊക്കെ കിട്ടുമ്പോഴേക്കും വേണ്ടച്ചാ, അതൊന്നും കാണിച്ചു കൂട്ടരുത്. അയാൾ പ്രായമായി, അയാളിനി എപ്പോൾ വേണമെങ്കിലും തട്ടിപ്പോകാം. ഇനി അഥവാ അച്ഛൻ അയാളെ തട്ടിയാലും വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. ഈ കിരണാണെങ്കിലും അതേപോലെ തന്നെ സോണിക്കാണെങ്കിലും അച്ഛനോട് വല്ലാത്ത കലിയും ദേഷ്യവുമാണ്. ഇനിയിപ്പോൾ അയാൾ മരിച്ചു കഴിഞ്ഞാലും ആ ദേഷ്യം അച്ഛനെ വിട്ട് പോകാനായിട്ടൊന്നും പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം വിട്ടേര്. ഇപ്പം കല്യാണി തീർക്കുക, അതുമാത്രമാണ് നമ്മളെ
മുന്നിലെ ഏക വഴി. അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി അച്ഛാ. അതേ മോളെ, നിനക്ക് വേണ്ടി ആ കാര്യം എനിക്ക് ചെയ്യണമല്ലോ അച്ഛാ. പിന്നെ അവൾ പോകുന്ന സൈറ്റിൻ്റെ ഇത് ഞാൻ അച്ഛന് കറക്റ്റായിട്ട് പറഞ്ഞൊക്കെ തരാം. പക്ഷെ അത് അച്ഛൻ കണ്ടുപിടിക്കുക, ഈ ലൊക്കേഷൻ അഴിക്കാനായിട്ട് പറ്റില്ല. അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ എൻ്റെ ഫോണിൽ നിന്നൊക്കെ പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ്. വേണ്ട മോളെ, എനിക്ക് അറിയാമുള്ള സ്ഥലങ്ങളൊന്നും അല്ലല്ലോ. നീ കറക്റ്റ് സ്പോട്ട് പറഞ്ഞാൽ മതി, ഞാനവിടെ എത്തിക്കോളാം. അച്ഛൻ എപ്പോഴാണ് പോകാനായിട്ട് പോകുന്നത്? ഞാൻ ഇന്ന് രാത്രി തന്നെ പോകും. കാരണം രാവിലെ ഇങ്ങോട്ട് പ്രവേശിക്കാനായിട്ട് പറ്റില്ലല്ലോ. എന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഞാൻ ഒളിച്ചിരിക്കും. അവൾ വന്നെ തക്കം പാർത്ത് അവളെ ഞാൻ കുത്തി മലർത്തും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ബകാസുരൻ. അച്ഛാ സൂക്ഷിക്കണം അച്ഛാ. എൻ്റെ കാര്യം ഓർത്തൊന്നും മോള് പേടിക്കണ്ട. ഇനി അഥവാ ഞാൻ മരിച്ചു പോയാലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന ആ ഒരു ഇത് എനിക്കറിഞ്ഞാൽ മാത്രം മതി. എവിടെ ഇരുന്നാണെങ്കിലും ഞാനത് അറിയുമല്ലോ മോളെ. ഇനി അഥവാ അവളെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോവുകയാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചൊരു സീനായിരിക്കണം എൻ്റെ മുന്നിലിട്ട് വരാനായിട്ട് പോകുന്നത്. എൻ്റെ മോള് ഇനി തകർച്ചയിലേക്ക് പോകാനായിട്ട് പാടില്ല. നിന്റെ ആഗ്രഹം സാധിച്ചു തരണം എനിക്ക്. നിന്റെ ചെറുതിലെ എല്ലാ ആഗ്രഹവും സാധിച്ചു തന്നവനാണ് ഈ ഞാൻ. പക്ഷേ ഈ ഒരു ആഗ്രഹം മാത്രം എനിക്ക് സാധിച്ചു തരാൻ പറ്റിയില്ല. പക്ഷേ ഈ ആഗ്രഹം സാധിച്ചു തന്നിട്ടേ ഇനി ഞാൻ പരോള് കഴിഞ്ഞ് പോകത്തുള്ളു എന്ന് ബകാസുരൻ പറയാണ്. അച്ഛാ എനിക്ക് പേടിയാവുന്നുണ്ട് അച്ഛാ. എന്തിന് പേടിക്കുന്നു? അച്ഛൻ മരിച്ചു പോകണമെങ്കിലും പോട്ടെ, പക്ഷേ നിന്റെ ആഗ്രഹം സാധിക്കണം അച്ഛാ. അങ്ങനെയൊന്നും പറയല്ല അച്ഛാ. അങ്ങനെയൊന്നും ചിന്തിക്കാനേ പാടില്ല അച്ഛാ. എന്തായാലും എൻ്റെ അച്ഛനല്ലേ, എനിക്കങ്ങനെ ചിന്തിക്കാനായിട്ട് പറ്റില്ലല്ലോ അച്ഛാ എന്നൊക്കെ പറയാം. മോളെ, നീ ഇനി ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കണ്ട. നീ കല്യാണി എപ്പോൾ വരുമെന്ന് എനിക്കൊന്ന് ഫോൺ ചെയ്യണം. അത്രയും മാത്രം മതി. പിന്നെ നമ്മൾ എപ്പോഴെപ്പോഴും ഈ കാണുന്നതേ അത് വലിയൊരു അപകടത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഇനി നമ്മൾ കൂടുതലായിട്ടും കൂടി കാണണ്ട എന്നൊക്കെ പറയാണ്. അതെ അച്ഛാ, അതുകൊണ്ടാണല്ലോ ഈ സ്പോട്ടിലേക്ക് ഞാൻ അച്ഛനെ വിളിച്ചത്. പിന്നെ അവരോട് പറയുമ്പോൾ അച്ഛനോട് ദേഷ്യമാണ്, വെറുപ്പാണ്, ഞാൻ അയാളെ കാണാനായിട്ട് പോകാറില്ല എന്നൊക്കെ ഒരു വെറുപ്പായ രീതിയിൽ വേണം മോൾ അവരോടൊക്കെ സംസാരിക്കാനായിട്ട്. അല്ലെങ്കിൽ കള്ളങ്ങൾ വെളിച്ചത്താകും. ഈ കിരൺ കൂർമ്മ ബുദ്ധിയുള്ള ആളാണ്. അതുകൊണ്ട് കിരണെ ഏത് സമയവും കണ്ടുപിടിക്കും. എൻ്റെ പിന്നാലെ തന്നെ ഇപ്പോൾ അവനുണ്ടാകും. അതെ അച്ഛാ, ആ ഒരു ടെൻഷൻ എനിക്കില്ലാതെ ഇല്ല. നീ പേടിക്കല്ലേ. അവൻ കണ്ടെത്തതിന് മുമ്പ് തന്നെ കല്യാണിയെ ഞാൻ തീർക്കും. എന്നെ ദ്രോഹിച്ചവരെയൊക്കെ ഇതുകൊണ്ട് തന്നെ ഞാൻ പ്രതികാരം വീട്ടും. ശരി മോളെ എന്നും പറഞ്ഞുകൊണ്ട് ബകാസുരൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ സരയുവിനാണെങ്കിൽ ആകെ ടെൻഷനും കൂടി ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുക. ഈ സമയം തന്നെ ബകാസുരൻ നേരെ ആ ഒരു ഒഴിഞ്ഞ ബിൽഡിങ് അന്വേഷിച്ച് പോവുകയാണ്. ഇപ്പം നമ്മുടെ സരയു പറഞ്ഞ ആ സ്പോട്ടിൽ. അങ്ങനെ ആ സ്പോട്ട് കണ്ടെത്തുകയാണ്. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ്. അവിടെ ഇവിടെ തന്നെ ഇരിക്കാം, ഇതാണ് സേഫായ സ്ഥലം. അപ്പം അങ്ങനെ കുറച്ച് ഭക്ഷണവും വെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ്. വെള്ളം കുടിച്ചിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് ഇനി സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ ആകുമ്പോഴത്തേക്കും അവൾ വരുമല്ലോ, അവളെ എനിക്ക് തീർക്കണം എന്ന് രണ്ടും കൽപ്പിച്ച് നിൽക്കുക ബകാസുരൻ. അങ്ങനെ ഈ സമയം തന്നെ നമ്മുടെ സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ വീട്ടിലിരുന്നിട്ട് അച്ഛനെത്തിയിട്ടുണ്ടാവോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ താര വരിക. അപ്പോൾ താര വന്നിട്ട് എന്താ മോളെ എന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് ഉറക്കം വന്നില്ല അതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അച്ഛനെ കാണാനായിട്ട് പോയായിരുന്നോ? ഇല്ല, ഞാനതിന് അയാളെ കാണാനായിട്ട് പോകുന്നത്. അയാളെനിക്ക് കണ്ണിനേരെ കണ്ടുടാ. അയാളെൻ്റെ ജീവിതം നശിപ്പിച്ചത്. എന്നിട്ട് അയാളെ ഞാനെന്തിനാ കാണാൻ പോകുന്നത്? അതിൻ്റെ കാര്യമില്ല എന്നൊക്കെ പറയുകയാണ്. പിന്നെ എൻ്റെ മനസ്സിലെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനനുസരിച്ചേ ഞാൻ മുന്നോട്ട് പോകുള്ളൂ. ആ കല്യാണി അവൾ വല്ലതും നിങ്ങളെ കാണാനായിട്ട് വന്നായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല എന്നൊക്കെ താര പറയാണ്. കാണാൻ വന്നിട്ടുണ്ടെങ്കിലും അവളോട് സത്യങ്ങളൊന്നും തുറന്നു പറയാൻ പാടില്ല. നിങ്ങളുടെ മകളെ ഞാനാണ്. എന്നെക്കാലം ഇഷ്ടമാകരുത് അവളോട്. അപ്പോൾ ഈ താര പറയാ, എനിക്ക് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വേണ്ട, അങ്ങനെ വേണ്ട. നിങ്ങളുടെ സ്വന്തം, നിങ്ങൾ പ്രസവിച്ച മകൾ ഞാനാണ്. അപ്പോൾ എന്നോട് കാണിച്ചാൽ മതി നിങ്ങൾ സ്നേഹം. അവൾ വല്ലയിടത്തുനിന്ന് വന്നവളാണ്. അവളോട് കൂടുതൽ സ്നേഹം ലാളനയൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് പല ഉപകാരങ്ങൾ അവൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മകൾ വന്ന സ്ഥിതിക്ക് മകളുടെ വാക്കുകൾ മാത്രം കേട്ടാൽ മതി. അല്ലാതെ അവളുടെ വാക്കും കേട്ടുകൊണ്ട് അങ്ങോട്ട് ചെല്ലാൻ നിൽക്കരുത്. പറഞ്ഞാൽ മനസ്സിലായോ നിങ്ങൾ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട്. നാളെ എന്തൊക്കെ സംഭവിക്കാം, ചിലപ്പോൾ നാളെ ദുരന്തങ്ങൾ വരെ സംഭവിക്കാം. പക്ഷേ എന്നാലും നിങ്ങൾ കുലുങ്ങരുത്. നിങ്ങൾ വെറും സാക്ഷിയാകാൻ മാത്രമേ പാടുള്ളൂ, കേട്ടോ അമ്മേ എന്നിങ്ങനെ പറയുക. താരയ്ക്ക് പിന്നെ വേറൊരു നിവൃത്തിയില്ലല്ലോ. താര തലയൊക്കെ കുലുക്കുകയാണ്. ഞാൻ സാക്ഷി മാത്രം ആയിക്കോളാം എന്ന രീതിയിലാണ് താര അവിടെ തല കുലുക്കുന്നത്. അതെ, എൻ്റെ ആഗ്രഹം എനിക്ക് സഫലമാക്കണം, എന്നാൽ മാത്രമേ
ഞാൻ അടങ്ങോള് എന്നും പറഞ്ഞുകൊണ്ട് സരയു രണ്ടും കൽപ്പിച്ചു. അപ്പോഴും സരയു ഇങ്ങനെ ആലോചിക്കുകയാണ്, അച്ഛനിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എന്ന് സരയു ചിന്തിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ കിരണിനെയും കല്യാണിയും കാണിക്കുകയാണ്. അപ്പോൾ കല്യാണി ഭയങ്കര സങ്കടത്തിലാണ്. എന്താ കല്യാണി, നീ എന്താ പെട്ടെന്ന് മൂഡ് ഓഫ് ആയതെന്ന് ചോദിച്ചപ്പോഴേക്കും കിരണേട്ട എനിക്ക് പേടിയാവുന്നു കിരണേട്ട, എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. എന്ത് സംഭവിക്കാനായിട്ട് പോകുന്നു? അല്ല, പോലീസുകാരിനി വന്ന് കിരണേട്ടനെ അറസ്റ്റ് ചെയ്യുമോ, അങ്ങനെ എന്തൊക്കെയോ എനിക്ക് മനസ്സിൽ പേടി തോന്നുകയാണ് കിരണേട്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ചെയ്ത വലിയൊരു അബദ്ധമായി പോയി കല്യാണി. അന്ന് ആ കല്യാണ പന്തലിൽ വെച്ച് അവനെ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോഴേക്കും ആ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ പോലീസുകാരെ വിളിച്ച് പറഞ്ഞാൽ മതിയായിരുന്നു, അവർ ആ ചേട്ടൻ എടുത്തുകൊണ്ട് പോയാനായിരുന്നു. എന്നിട്ട് ഉള്ള സത്യാവസ്ഥയും പറഞ്ഞാൽ മതിയായിരുന്നു, എന്നെ ജയിലിലേക്കൊന്നും കൊണ്ടുപോകില്ലായിരുന്നു. പക്ഷെ ഇപ്പം ചെയ്തത് വലിയൊരു അബദ്ധമായി പോയില്ലേ. ഇനി അബദ്ധം മാറ്റാനായിട്ട് പറ്റില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് തന്നെ കാണാൻ കല്യാണി, അല്ലാതെ ഇതിൽ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നും കല്യാണിയോട് പറയുക. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു അഗൈൻ. ബൈ.